ഇദ്ദേഹത്തിന്റെ പുസ്തകം ഇതിന്റെ ഉദ്ദേശം ദിസ് ബുക്ക് ഈസ് മെന്റ് ഫോർ സ്പിരിച്വൽ അവേക്കനിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ആത്മീയ അവേക്കനിങ് പറയുന്നത് മലയാളം എന്താണ്? ഒരു ആത്മീയ ഉയർത്തെഴുന്നേൽപ്പ്, സ്പിരിച്വൽ അവേക്കനിങ് ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്പിരിച്വലിസം ആത്മീയത എന്നൊക്കെ പറയുന്ന നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം അല്ലെ? ആ ഒരു ആത്മീയതയല്ല ഇതിന്റെ ഈ ഒരു ആ പ്രോസസ് അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഋഷിമാരും മുനിമാരും നമ്മൾ പറഞ്ഞ മാറുന്നുണ്ട്. നമ്മള് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ പറയാറുണ്ട് ഒരു കഴുകുമണിയോട് വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് മാറിക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കും. ആ രീതിയിലുള്ള പ്രബോധനങ്ങളാണ് ഇവിടെ ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പം ദിസ് ബുക്ക് ഈസ് മെന്റ് ഫോർ സ്പിരിച്വൽ അവേക്കനിങ്. അപ്പൊ ഇവിടെ കുറെ പ്രശ്നങ്ങൾ നമുക്കിപ്പോ കാസയിൽ പ്രശ്നമുണ്ട്. കാസയിൽ എന്താ വലിയ പ്രശ്നം? ഹമാസിന്റെ ഹമാസിനെ തിരുത്താൻ ഇസ്രായേൽ പടന്നില്ല. ഇവിടെ ഇറാഖിൽ പ്രശ്നമുണ്ട്. അവിടെ നമ്മുടെ നേഴ്സുമാർ ഇവിടെ തിരിച്ചു വരേണ്ടി വന്നു. എന്താ സുന്നി വിമതം അല്ലെ? ഷിയകളും സുന്നികളും പ്രശ്നം. ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ ഈ എൻഡോസൾഫാൻ അത് പ്രശ്നമാണ്. ഞാൻ നേരത്തെ 1 minute മാനേജ് എന്ന പുസ്തകം വായിച്ചപ്പോൾ അവിടെ പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഈസ് ഹാപ്പനിങ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് വാട്ട് വി എക്സ്പെക്ടഡ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് പ്രോബ്ലം മെഷർ ചെയ്യാം. എത്രമാത്രം പ്രോബ്ലം ഉണ്ട്, എത്ര എണ്ണം പ്രോബ്ലം ഉണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം എന്നുള്ളതാണ് ഈ 1 minute മാനേജിൽ പറയുന്ന പ്രശ്നത്തിനുള്ള നിർവചനം എന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ 30 പേര് വരുമെന്ന് സുധാസത്തിൽ ഉദ്ദേശിച്ചു വന്നവരുടെ 10 ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ഡിസൈഡ് മൈനസ് വാട്ട് വി ഗോട്ട്, അതാണ് പ്രശ്നം. അപ്പൊ പ്രശ്നം നമുക്ക് പ്രോബ്ലം എന്തായാലും നമുക്ക് മെഷർ ചെയ്യാം. ഇപ്പൊ ഇവിടെ പ്രശ്നത്തെ കുറിച്ച് എക്കറ്റോളിന്റെ ദി പവർ ഓഫ് നൗ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് പ്രോബ്ലം ഈസ് നോട്ട് പ്രോബ്ലം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് dwelling on a situation by mind without being the true intention and possibility of taking action. എന്ന് പറഞ്ഞാൽ dwelling on a situation mentally without being there the true intention and possibility of taking action. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ മറ്റൊരു കാര്യം ചോദിക്കാൻ, നമുക്കൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ? പക്ഷേ അപ്പം രവിയേട്ടനുള്ള സ്വത്ത് നമുക്ക് ഉണ്ടാകുന്നില്ല, നിങ്ങൾക്കുള്ള ഭൂമിയും കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നില്ല. പക്ഷെ ഒരു കാര്യം എല്ലാവർക്കും ഒരുപോലെ അതെന്താ? ടൈം അല്ലെ? ടൈം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ടു എവരിബഡി. ആയാലും ഇവിടുത്തെ ഔസേപ്പിയായാലും എല്ലാവർക്കും. ഈ പുസ്തകത്തിൽ പറയുന്നത് എവരി മിനിറ്റ് ഈസ് എ മിറക്കിൾ, ഓരോ നിമിഷവും അത്ഭുതങ്ങളാണ്. ഇതിനാമുപാട് പറയുന്നത് every minute is a miracle. If you utilize that time effectively, it will make wonders in your life. പക്ഷെ നമ്മൾ ഇന്നിന്റെ ഈ നിമിഷത്തിന്റെ പ്രാധാന്യം അറിയാത്തവരായതുകൊണ്ട് നമ്മൾ പരാജിതരാകുന്നു. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എക്കാലത്തെ പുസ്തകത്തിൽ തുടക്കത്തിൽ പറയുന്നത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ പ്രശ്നങ്ങളുടെയൊക്കെ റൂട്ട് കോസ്, എവറി പ്രോബ്ലം ഈസ് ഡീപ് റൂട്ടഡ് ഇൻ മൈൻഡ് എന്നാണ് പറയുന്നത്. മനസ്സിലാണ് എല്ലാ പ്രശ്നങ്ങളും ഡീപ് റൂട്ടഡ്. Every problem is rooted in our mind. എന്ന് പറയാൻ പറ്റും മേഡം? ഇല്ല, കാര്യം നമ്മള് ഒരു റീസൺ പറയുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാവും, അല്ല ഒരു ഫാക്ട് പറയുമ്പോൾ റീസൺ ഉണ്ടാവും. എന്തുകൊണ്ടാണ് പറ്റുന്നത്? അല്ല, എവറി പ്രോബ്ലം ഈസ് ഒറിജിനേറ്റഡ് ഔട്ട് ഓഫ് മൈൻഡ്. ഇൻഡിവിജ്വൽ മൈൻഡ്, എന്റെ മൈൻഡ് മനസ്സിൽ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളത്. അതിലേക്ക് കിടക്കാം. അപ്പൊ യുദ്ധത്തില് എന്തുകൊണ്ട് യുദ്ധം നടക്കുന്നു അല്ലെ? നഴ്സ് മാത്രം പ്രശ്നമാണ് പറഞ്ഞത്. അതാണ് നഴ്സുമാർ വിക്ടിംസ് ആയിരുന്നല്ലോ ഇവിടെ. വാർ വന്നെന്നുള്ളതാണല്ലോ. നമുക്ക് അതിലേക്ക് വരാം അല്ലെ? അവിടെ ഒരു യുദ്ധം ഉണ്ടായാൽ യുദ്ധത്തിൽ പെട്ടുപോകുന്നവരുടെ മനസ്സുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതൊരു വളരെ റെലവന്റ് ആയ ക്വസ്റ്റ്യൻ. അതിന് മുമ്പ് ഞാൻ ഒരു മാതൃഭൂമി ആഴ്ചപ്പുറത്ത് വായിച്ച സംഭവം ഡൂണുകൾ എന്ന് പറയുന്നൊരു സംഭവത്തെ കുറിച്ചാണ്. ഡൂണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോ ഏറ്റവും വേഗതയുള്ള, ഇപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ളതിനാണ് പ്രകാശം.
പ്രകാശമാണ്. നമ്മൾ ഫിസിക്സ് ഭൗതിക ലോകത്തിൽ ലൈറ്റ് ആണ് ഏറ്റവും സൂര്യപ്രകാശം ഭൂമിയിൽ എത്ര മിനിറ്റ് വെലോസിറ്റി, അതായത് എത്ര മിനിറ്റ് ഈ ഭൂമിയിൽ എത്ര സെക്കൻഡ് 8 മിനിറ്റ് കറക്റ്റാ. അത്രയും സമയം വേണം ഇത് ഭൂമിയിലെത്തും. അപ്പം ലൈറ്റ്, അപ്പൊ നമുക്ക് സൂര്യന്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ അത് അറിയാവുന്നവർക്ക് അറിയാം ആ ഒരു ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് ഇവിടെ എത്രയെങ്കിലും അപ്പം പ്രകാശമാണ് ഏറ്റവും വേണ്ടി. ഇവിടെ മനുഷ്യൻ മരിച്ചു മനുഷ്യന് ഇറ്റേണിറ്റി ഇല്ല, അതായത് അമർത്യതയില്ല. മനുഷ്യന് അമർത്യനാകാനുള്ള എളുപ്പവഴി ഫിസിക്സ് ആയിട്ട് പറയുന്നത്. If you want to be immortal, we should സമയത്തെ നിശ്ചിതമാക്കുക എന്നുള്ളത് നമ്മുടെ ഇയാൾ പറഞ്ഞത്. സമയത്തെ നിശ്ചലമാക്കുക എന്നല്ല, അതായത് പറഞ്ഞ നമ്മുടെ മോഡേൺ ഐൻസ്റ്റീൻ സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞത് സമയത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുക. സമയത്തെക്കാൾ വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. If we are able to move faster than sound, we will be immortal. ഇനി ഞാനിത് പറഞ്ഞ ഡൂണുകളെ കുറിച്ചുള്ള കാര്യം, ഇത് ആത്മാക്കളാണ്. ഇതൊരു പക്ഷെ നമുക്കൊന്നും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ ഒന്നും വരാത്ത കാര്യമാണ്. ഈ ഡൂണുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡൂണുകൾ ഗ്രഹങ്ങൾ, നമുക്കറിയാം 1000 കോടി സൗരയൂഥങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. മനസ്സിലായേ? നമ്മുടെ സൂര്യൻ ഉൾപ്പെടുന്ന സൗരയൂഥം പോലത്തെ 1000 കോടി സൗരയൂഥങ്ങളുണ്ട്. അങ്ങനെ സൗരയൂഥങ്ങളിൽ ഇതുപോലത്തെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, ഭൂഖണ്ഡങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം ഈ ഡൂണുകൾ പ്രത്യേകത, ഈ ഡൂണുകൾ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക്, ഒരു സൗരയൂഥത്തിൽ മറ്റൊരു സൗരയൂഥത്തിലേക്ക് ഇങ്ങനെ. പക്ഷേ അത് ഭൂമി എന്ന് പറയുന്നത് അവിടെ ബന്ധിതനാവും. ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിലെത്തുമ്പോൾ അത് അവൻ ബന്ധിതനാവുകയാണ്. അവിടെ അവൻ ചങ്ങലകളാൽ ബന്ധിതനാകപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഡൂണുകൾ ഭൂമിയിലെത്തുമ്പോൾ പുതിയ ശിശു, നമ്മൾ ശിശുക്കൾ കിടക്കുമ്പോൾ ആഘോഷിക്കും അല്ലെ. അവർ ഡൂണുകൾ ഇവിടെ വരുമ്പോൾ അവൻ ശരീരം ഉണ്ടാവുന്നു, മനസ്സുണ്ടാവുന്നു. ഇവൻ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കരയും മരിക്കും, നമ്മുടെ സുഹൃത്തുക്കൾ മരിക്കുന്നു, സ്നേഹിതർ മരിക്കുന്നു, നമ്മുടെ അമ്മ മരിക്കുന്നു, നമ്മൾ കരയും. പക്ഷേ ഈ ഡൂണുകളെ കുറിച്ച് പറയുന്ന ഇതിൻ്റെ അകത്ത് മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഈ ഡൂണുകൾ സ്വതന്ത്രമാക്കപ്പെടുകയാണ്. ഇവൻ ഇവിടെ വന്ന ഈ ശരീരത്തിൽ കയറി അന്ന് മുതൽ എങ്ങനെയെങ്കിലും സ്വതന്ത്രനാകണം എന്നുള്ള ഒറ്റ ആഗ്രഹമുള്ളൂ. ഇവൻ സ്വതന്ത്രനായിട്ട് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ച് ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്ക്, സൗരയൂഥങ്ങളിലേക്ക് ഇങ്ങനെ നടക്കും. അവന് സമയമില്ല. നമ്മളിവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ, ഒരു വർഷം 366 ദിവസം അല്ലെ. അങ്ങനെ കൃത്യമായ സമയമുണ്ട്, നമുക്ക് നടക്കാൻ കൃത്യമായ സ്ഥലമുണ്ട്, ലിമിറ്റഡ്. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് ടൈം ബൗണ്ട് ആയിട്ടുള്ള ലോകത്താണ്, സ്പേസ് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള ലോകത്താണ്. പക്ഷെ ഡൂണുകൾക്ക് സ്പേസ് ഇല്ല, ഡൂണുകൾക്ക് ടൈം. ദേ ആർ ബിയോണ്ട് ടൈം ആൻഡ് ഫോം എന്ന് പറയും. അവര് ഈ പേരിനും രൂപത്തിനും ഉയരത്തിലാണ്. അപ്പോൾ ഒരു മരണം നമ്മളെ മരണം നമ്മളെ ജനനത്തിൽ മറ്റു ഇവിടെ ജനിക്കുമ്പോ മറ്റു ഡൂണുകളും ഈ ജനിക്കപ്പെടുന്ന ഡൂൺ ബന്ധിതനാവുകയാണ് ഭൂമി. അവൻ ബന്ധിതനാവുകയാണ്. അവൻ മരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ സ്വതന്ത്രനാവും. അല്ല, ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അത് സന്തോഷിക്കാം. അങ്ങനെ നമ്മൾ ചിന്തിക്കും. ഇത് സ്വതന്ത്രനാവുകയാണ്. ഇത് ഒരാളുടെ ഒരു ചിന്തകൻ പറഞ്ഞിട്ട് കാര്യമാണ്. പക്ഷെ എക്കാച്ചോളുടെ പുസ്തകത്തിൽ ഇതുമായിട്ട് ശരിക്കും താഴ്ന്ന ഒരു കുറച്ച് കണക്റ്റഡ് ആയ ഒരു കാര്യമാണ്. ഡെത്ത് അതായത് കൃത്യമായി മരണത്തെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. ഡെത്ത് ഈസ് നത്തിങ് ബട്ട് സ്ട്രിപ്പിംഗ് അവേ ഓഫ് എവറിഥിങ് ദാറ്റ് ആർ നോട്ട് യുവേഴ്സ്. Death is nothing but the stripping away of everything that are not yours, not ours. നമ്മുടേതല്ലാത്തതെല്ലാം ഇവിടെ ബാക്കിയാക്കി പോകുന്നതാണ് പറയുന്നത്. നമ്മുടേതാണ് പോയി ഏതാണ് ആണോ? അല്ല. It is left there. Once we die, it means we are leaving that all things which are not ours. We have only one thing, that is ശരീരം പോലും നമ്മുടേതല്ല. നമ്മുടെ ശരീരം പോലും നമ്മുടേതല്ല, പേര് നമ്മുടേതല്ല, ഈ സ്ഥലം ഒന്നും നമ്മുടേതല്ല. ചെയ്തു വെച്ച പ്രശ്നമൊന്നുമില്ല. Whatever we have done, whatever we have possessed here, whatever we have gained, everything is
not ours. What we have is the being. അതാണ് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ എക്കാർട്ടോൾ പറയുന്നത്. The being. അതാണ് അദ്ദേഹം പറയുന്നത്. It is eternal. ഞാൻ അതാ ഈ ഭൂമികളുടെ കാര്യം നേരത്തെ പറഞ്ഞത്. അനശ്വരമാണ്. The being is eternal. It doesn't have a name. It doesn't have form. It doesn't have any sort of space boundaries and all. It moves from one place to another place. It is a part of the entire universe. ഇത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പാർട്ടാണ്. എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഇൻസെപ്പറബിൾ ആണ്. നമ്മളിപ്പോ പറയുന്നത് എന്താ? ഞാനും നിങ്ങളും രണ്ടും രണ്ടാണ്, അല്ലെ? But in this book it says we are not inseparable. We are part of a same power, same energy. അത് പ്രശ്നമുണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടാവും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ്. അതിനുശേഷം പറയുന്നത് we are not our mind. നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ്. We are represented by our mind. ഈ മനസ്സെന്ന് പറയുന്നത് it is a wonderful instrument, but it is a terrible master as well. It's a wonderful instrument, but if it works according to its intention, it will be a terrible master. ഈ മനസ്സെന്ന് പറയുന്നത് നല്ലൊരു ഉപകരണമാണ്. മാസ്റ്റർ ടെറിബിൾ മാസ്റ്റർ, നമ്മളെ ഗൈഡ് ചെയ്യുന്ന മാസ്റ്റർ, ടെറിബിൾ മാസ്റ്റർ. അപ്പൊ ഈ മൈൻഡ് അല്ല നമ്മൾ എന്നുള്ള ധാരണയിലേക്ക് നമ്മൾ ആദ്യം വരേണ്ടത്. വി ആർ നോട്ട് അവർ മൈൻഡ്. അവർ മൈൻഡ് ഈസ് സംതിങ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു തിയറി ഉണ്ട്. അദ്ദേഹം പറയുന്നത് മനുഷ്യനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം, പലപ്പോഴും ഡീപ് സാർ പറയാറുണ്ട്. ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ മൂന്ന് പാർട്ടാണ്. ഇത് ഫംഗ്ഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതിനാൽ നയിക്കപ്പെടുന്ന ഒരാളാണ് ക്രിമിനൽസ്. അവർ എല്ലാ അൺവാണ്ടഡ് തിങ്സും അൺഡിസൈറബിൾ ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ്ഡ് ആയി. ഇത് എന്ന് പറയുന്ന നമ്മുടെ ഈ ഞാൻ എന്ന ഈ ഒരു എന്താ പറയാ അതിൽ ഉള്ള ഇത് എന്ന് പറയുന്നത് ഞാൻ ഗൈഡ് ചെയ്യപ്പെട്ട we will be doing all undesirable, destructive, unwanted things in this world. So we will be called what? Criminals or deviants. Correct? നമ്മൾ ഈ സമൂഹത്തിൽ തന്നെ ഡിസ്ട്രക്റ്റീവ് ആയി. If you are controlled by or guided by our ego, ഈഗോയെ കുറിച്ച് ഷൈൻ സാർ പറഞ്ഞു. ഈഗോ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ചിലപ്പോൾ നന്മ ചെയ്യും, ചിലപ്പോൾ തിന്മ ചെയ്യും. പെട്ടെന്ന് നമ്മൾ പ്രലോഭിതരാകാൻ സാധ്യതയുണ്ട്. If you are guided by or led by ego. If we are led by super ego, the last one, we will be like Krishna, Jesus Christ, Buddha. We will be like that. We won't do it even if we are given 10 lakhs of rupees, we won't take it. അങ്ങനെ നമ്മൾ സൂപ്പർ ഈഗോയാൽ നയിക്കപ്പെട്ടാൽ നമ്മുടെ മുന്നിൽ 10 ലക്ഷം രൂപ പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുമോ? ഇല്ല. അതിനാണ് ഈ മാസ്ലോയുടെ തിയറി ഷൈൻ സാർ പറഞ്ഞപ്പോ അവിടെ നമുക്ക് 5 തരം ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ ഒന്നാമത് ഫുഡിന്റെ ആവശ്യമാണ്, പിന്നീട് സെക്യൂരിറ്റിയുടെ ആവശ്യമാണ്, മൂന്നാമത് സോഷ്യൽ നീഡാണ്, തേർഡ് നമ്മുടെ ഈഗോ നീഡ്സ് ആണ്, ലാസ്റ്റ് സോഷ്യൽ ആക്ച്വലൈസേഷൻ നീഡാണെന്ന് പറഞ്ഞു. അവിടെ സോഷ്യൽ ആക്ച്വലൈസേഷൻ നീഡിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ ഈഗോയാൽ നയിക്കപ്പെടുമ്പോഴാണ്. If you are led by super ego, we will be giving importance for social and what? Self actualization. ആത്മനിർവൃതിക്കായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ്. അവരുടെ മുമ്പിൽ ഈ കാണുന്ന ഈ പ്രലോഭിപ്പിക്കുന്ന ഒന്നുമല്ല. അവർക്ക് ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളൊന്നും വേണ്ട, അവർക്ക് ഈ ലോകത്തിന്റെ സൗന്ദര്യങ്ങളൊന്നും വേണ്ട, അവർ ഈ ലോകത്തിന് മുകളിലാണ്. So what will be the guiding point of every person? എന്തായിരിക്കണം നമ്മൾ നയിക്കുന്നത്? എന്തായിരിക്കണം? ഈഗോ ആയിരിക്കണോ? ഇതായിരിക്കണോ? സൂപ്പർ ഈഗോ ആയിരിക്കണോ? സൂപ്പർ ഈഗോ ആയിരിക്കണം, അല്ലെ? അപ്പം ഇവിടെ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് എക്കാർട്ടോളിന്റെ ഈ ദി പവർ ഓഫ് നൗവിന്റെ മനസ്സിന് ചെറിയ ബന്ധമുണ്ട്. മനസ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ്. എക്കാർട്ടോളിന്റെ കോൺസെപ്റ്റില് ഇത് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ്. ബോഡിക്ക് എല്ലാം ആവശ്യമാണ്, അല്ലെ? ബോഡിക്ക് എല്ലാം ആവശ്യമാണ്. ഫുഡ് വേണം, അവന് സേഫ്റ്റി വേണം, സെക്സ് വേണം, എല്ലാം ബോഡിക്ക് ആവശ്യമാണ്. ഈഗോ എന്ന് പറയുന്നതാണ് ഈ എക്കാർട്ടോൾ പറയുന്ന മനസ്സ്, ഈഗോ. അപ്പൊ ഈ ഈഗോയെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ് ഈ പുസ്തകത്തില്, ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തില് ഈഗോ എന്ന് പറഞ്ഞാൽ when body and mind get married, it
it is known as ego. When body and mind get married, it is known as ego. അതെങ്ങനെ സംഭവിക്കും? നമ്മൾ നടന്നു പോകുമ്പോൾ മനസ്സ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവനാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നത്. നമ്മൾ എന്ന് പറയുന്നത് മൂന്നാൾക്കാരെ സങ്കല്പിക്കുക. പുറകിൽ ഒരാൾ നടക്കുന്നു, ഏറ്റവും മുമ്പിൽ ഒരാൾ നടക്കുന്നു, നടുക്ക് ഒരാൾ നടക്കുന്നു. ഏറ്റവും പുറകിൽ നടക്കുന്നതാണ് നമ്മുടെ ബോഡി, ഏറ്റവും മുന്നിൽ നടക്കുന്നത് നമ്മുടെ മനസ്സ്, നടുക്ക് നടക്കുന്നത് ദി ബീയിങ് എന്ന് എക്കാത്തോട് പറഞ്ഞ ബീയിങ്, ഏറ്റവും നടുക്ക് നടക്കുന്നത്. ഈ നടുക്കിലേക്ക് നടക്കാൻ കാരണം എന്തായിരിക്കും? ദൈവത്തിനറിയാം, ബോഡിയും മൈൻഡും തമ്മിൽ കണക്റ്റഡ് ആയ ഈഗോ ഉണ്ടാവും. ഈഗോ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. അപ്പോഴാണ് ഗാസയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അപ്പോഴാണ് ഇറാഖിൽ പ്രശ്നം ഉണ്ടാകുന്നത്, അപ്പോഴാണ് കാശ്മീരിൽ വെടിവെച്ചുകൾ കൊടുക്കുന്നത്, അപ്പോഴാണ് ഇവിടെ കാസർഗോഡ് എൻഡോസൾഫാൻ കൊടുക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും? ബോഡി ഓൾവേസ് നീഡ്സ് മെനി തിങ്സ് അല്ലെ? ശരീരം ഒരുപാട് സാധനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ശരീരം ആവശ്യപ്പെടുന്ന സാധനങ്ങളെ ഫിൽട്ടർ ചെയ്ത് ഈഗോയിൽ എത്തിക്കുന്ന ആരാണ്? മനസ്സിലെത്തിക്കുന്ന ആരാണ്? ദ ബീയിങ് ആണ് ഫിൽട്ടർ ചെയ്ത്. അപ്പൊ ഈ നമ്മൾ സൂപ്പർ ഈഗോ എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ, അല്ലെങ്കിൽ ഈ എക്കർട്ടോട് പറഞ്ഞ ദി ബീയിങ്, ആ ബീയിങ് നടുവിൽ നിന്ന് മാറി നിന്നാൽ ഇവിടെ ബോഡിയും മൈൻഡും പരസ്പരം കൈകോർക്കും. പിന്നെ അവരുടെ ലോകമാണ്. നിഴലും അഴലും തമ്മിൽ ചേർന്നവരെയാണ് പിന്നീട്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ എല്ലാ ഡിസ്ട്രക്റ്റീവായിട്ട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മണി മൈൻഡഡ് ആവും, നമ്മൾ സെൽഫിഷ് ആവും. നമുക്ക് സ്ത്രീ എന്നത് ഒരു ഉപകരണമായി മാറും. അപ്പോൾ നമ്മുടെ കാണേണ്ടാത്തതൊക്കെ കാണാനുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഒരു ഡോക്ടർ ഈ കാണുന്നത് പേഷ്യന്റിനല്ല, ഉള്ളിലുള്ള വൃക്കയാണ് കാണുന്നത്. ആ വൃക്ക ഒരു തിങ്ങായി, ഒരു സാധനമായി മാറും. ആ വൃക്ക എങ്ങനെ അവനറിയാതെ പുറത്തെടുത്ത് അതിന് കോടികൾ വിലയിരുത്തി പുറത്തു കൊടുക്കാമെന്നവൻ ചിന്തിക്കുകയായിരുന്നു. സോ വാട്ട് വി നീഡ് ടു ഡു? The being should be in between mind and body. Mind and body. അങ്ങനെ if we are able to place our being in between mind and body, that is known as consciousness. Consciousness. അതായത് മനസ്സിനും ശരീരത്തിനും ഇടയിൽ നമ്മുടെ ബീയിങ്ങിനെ നമ്മൾ ഇരുത്തുന്ന ആ ഒരു പ്ലേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് കോൺഷ്യസ്നസ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് റൈസിംഗ് അബവ് അവർ തോട്ട്സ്. റൈസിംഗ് അബവ് അവർ തോട്ട്സ്, ചിന്തകൾക്ക് മുകളിലേക്ക് പോവുക. റൈസിംഗ് അബവ് അവർ തോട്ട്സ്, ചിന്തകൾക്ക് മുകളിലേക്ക് പോവുക. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. Everybody thinks. Thinking is done by mind or body or being, according to what I have to believe. ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കിങ് ആരാണ് നടക്കുന്നത്? ബോഡിയാണോ? ശരീരം ചിന്തിക്കും. മനസ്സാണോ? അത് ബീയിങ് ആണ്. ആരാ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ഈഗോ ആണോ, സൂപ്പർ ഈഗോ ആണോ, ഇതാണോ, ഏതാണ് ചിന്തിക്കുന്നത്? ചിന്ത എന്നൊരു പ്രോസസ് ആരാണ് നടക്കുന്നത്? മൈൻഡ് ആണ് അല്ലെ? തോട്ട് പ്രോസസ് ഈസ് completely done by mind. ഇപ്പൊ മനസ്സിന് എന്തും ചിന്തിക്കാം. പക്ഷെ everybody can think, but nobody can stop thinking. പറ്റുമോ? എല്ലാവർക്കും ചിന്തിക്കാം. പക്ഷെ ആദ്യം ചിന്ത സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ചിന്തിക്കുവാണ്, എന്റെ മനസ്സിങ്ങനെ പോവുകയാണ്. മനസ്സിങ്ങനെ അങ്ങോട്ടും കൂടെ അറിഞ്ഞിട്ട് നടക്കുന്നതിനാണ് നമുക്ക് ചിന്ത എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഇപ്പം ഇവിടെ നമ്മൾ നേരെ ഇവിടെ ക്ഷേത്രത്തില് കൊണാർക്ക ക്ഷേത്രത്തിലെത്താം. എന്റെ മനസ്സവിടെ എത്തി. ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൊവ്വയിലെത്താം, അവിടെ എത്തി അല്ലെ? മനസ്സിങ്ങനെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷേ ഈ മനസ്സ് ഇങ്ങനെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ് ചിന്ത എന്ന് പറയുന്നത്. ഈ ചിന്തയ്ക്ക് മുകളിൽ നമ്മൾ കയറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തരും. റൈസിംഗ് അബവ് അവർ തോട്ട്സ്. ചിന്തയെ കൺട്രോൾ ചെയ്യുന്നു കഴിയും എന്ന് പറഞ്ഞാൽ മനസ്സിനോട് കസരയിലേക്ക് നമ്മൾ മാറി മനസ്സിലേക്ക് വീക്ഷിക്കുക. മനസ്സിലാക്കിയ ചെയ്യുന്നു. ഈ മനസ്സിന്റെ പോക്കിനെ കുറിച്ച് നമ്മൾ മലയാളത്തിൽ സിനിമയുണ്ട്, ജയറാമിന്റെയും ഇന്നസെന്റിന്റെ പടം മനസ്സിനൊക്കെ. അതിൽ ഇന്നസെന്റിന്റെ പടം അത് മനസ്സാണ്. ഇന്നസെന്റ് പടം കണ്ടതാണ് മനസ്സിലൊക്കെ. ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു മുഴുക്കുടിയനാണ്, അദ്ദേഹത്തിന്റെ മോനാണ് ജയറാം. ജയറാം എവിടെയൊക്കെയോ ജയറാമിന്റെ ആബ്സെൻസിൽ ഇന്നസെന്റ് എന്ത് ചെയ്യും?
ഉള്ള കുത്തുക്കെട്ടുകളെല്ലാം കാണിക്കും അല്ലെ, ഇങ്ങനെ അറിഞ്ഞിട്ട് നടക്കുകയാണ്. കേറാൻ കാണുമ്പോൾ വളരെ നല്ല മനുഷ്യനായി മാറും. ഇതുപോലെയാണ് മനസ്സ്. മനസ്സ് ഇങ്ങനെ it moves from one place to another place in order to find pleasure. In order to find pleasure ആണ് അത്. ഈ മനസ്സ് ഒരിക്കലും സന്തോഷം ആസ്വദിക്കുന്നില്ല. It finds pleasure. It always searches for pleasure. Once it finds it, what does it do? ഇത് സന്തോഷം കിട്ടിയാൽ ഈ സന്തോഷം ആരിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുന്നത്? ബോഡിയിലേക്ക് അല്ലെ. once it finds, ഇങ്ങനെ വിളിക്കും. മൂന്നാളാണല്ലോ ഇയാള് ഈ സൂപ്പർ ഈഗോ മാറിയത്, അതായത് ബീയിങ് നമ്മൾ മാറി കഴിഞ്ഞാൽ മെല്ലെ മനസ്സ് ഇങ്ങനെ അറിഞ്ഞിട്ട് നമ്മൾ കണ്ട ഒരു എന്തെങ്കിലും സന്തോഷം പറഞ്ഞാൽ അത് ആ ഒരു പെൺകുട്ടി നടന്നു പോകുന്നു. അവിടെ ഒറ്റയ്ക്കാണ്. ആരാ കണ്ടത്? മനസ്സ്. മനസ്സ് തിരിഞ്ഞു നോക്കുമ്പോൾ നടുക്ക് സൂപ്പർ ഈഗോ ഇല്ല, ബീയിങ് ഇല്ല. വളരെ ബോഡി വിളിക്കും. കണ്ടോ ഒരു പെണ്ണ് അവിടെ നടന്നു പോവുകയാണ്, ഒറ്റയ്ക്കാണ്, വിജനമായ സ്ഥലമാണ്. അവിടെ there starts problem. So mind moves from one place to another place in order to find pleasure. That pleasure seeking tendency always leads to very destructive activities. That's what happens around us. What is needed? Make sure that our being is in between mind and body. Right. അപ്പോൾ rising above the thought അതാണ് പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് we can avoid all kind of unhappiness. നമ്മളെല്ലാം സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ പ്ലഷറും ഹാപ്പിനെസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്ലഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നിർവൃതിയാണ് പ്ലഷർ. ജോയ് എന്ന് പറയുന്നത് അങ്ങനെയില്ല. ജോയ് എന്ന് പറയുന്നത് ഈ മനസ്സ് മുന്നിൽ നടക്കുന്നു, നമ്മുടെ so called being is in between that body and mind. That is situation is known as joy. അപ്പോൾ നമുക്കൊരു നിർവൃതി ഉണ്ടാവും. കാരണം എപ്പോഴും ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ, ബോഡിയെ അൺവാണ്ടഡ് തിങ്സിൽ നിന്നും അൺഡിസൈറബിൾ ആക്ടിവിറ്റീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ, പ്രിസർവ് ചെയ്യാൻ ബീയിങ് ഉണ്ട് in between. That condition is known as joy, the extreme joy that we can enjoy. Right? So we have to be free from unhappiness. So what all things make us unhappy? ഈ ജോയ് എന്ന് പറയുന്നത് ഈ ബീയിങ്ങിന്റെ പ്രസൻസ് ആണ്. അത് കോൺഷ്യസ് മൈൻഡ്, അത് നമ്മൾ കോൺഷ്യസ് ആവുക എന്ന് പറഞ്ഞല്ലോ. when being comes in between body and mind, that situation is known as conscious. When we are conscious, there joy comes and joy arises. But pleasure is something else. Whenever this mind searches something pleasing the body, that information is passed and mind, body gets that satisfaction. Not simply feeling, body experiences it. അവിടെയാണ് റേപ്പ് നടക്കുന്നത്, അവിടെയാണ് മോഷണം നടക്കുന്നത്, അവിടെയാണ് ഈ പറയുന്ന പരസ്പരമുള്ള കലഹങ്ങൾ നടക്കുന്നത്. അങ്ങനെ മനസ്സ് കൊടുത്ത ഒരു ഇൻഫർമേഷൻ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ബോഡിക്ക് ഒരു അവസരം കിട്ടുമ്പോൾ ബീയിങ്ങിന്റെ ആബ്സെൻസ് അവിടെ ഫീൽ ചെയ്യുന്നു. Then next comes why we are unhappy. There are 4 reasons according to this book, The Power of Love. There are 4 reasons why we are unhappy. Unhappiness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നമുക്ക് മുന്നോട്ടും നടക്കാം പുറകോട്ടും നടക്കാം. പറ്റില്ലേ? പറ്റുമോ? പറ്റും. നമുക്ക് പുറകോട്ടും ചിന്തിക്കാം, മുന്നോട്ടും ചിന്തിക്കാം. In this book 2 concepts are there. One is psychological time, another is anxiety gap. അതാണ് ഈ ഒരു അൺഹാപ്പിനെസ് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഒരു സൊല്യൂഷൻ, ഒരു പ്രോസസ് പറഞ്ഞു തരുന്നത്. സൈക്കോളജിക്കൽ ടൈം, സൈക്കോളജിക്കൽ ടൈം, ക്ലോക്ക് ടൈമും ഉണ്ട്, സൈക്കോളജിക്കൽ ടൈം പറയാറ്. മറ്റൊന്ന് ആൻസൈറ്റി ഗ്യാപ്പ് എന്ന് പറയും. സെവൻ ടെക്നിക്കൽ ടേംസ്. അപ്പൊ ഇതെന്താണെന്നുള്ളതാണ്. ആദ്യം നമ്മുടെ മനസ്സ്, ഞാൻ പറഞ്ഞു മനസ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഓൾവേസ് സീക്സ് പ്ലഷർ, ഇറ്റ് ഓൾവേസ് വാണ്ട്സ് പ്ലഷർ ആൻഡ് ദാറ്റ് പ്ലഷർ ഈസ് provided to the body, and we all involved in unwanted and undesirable activities. That is the root cause of all problems, issues here. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ അൺഹാപ്പി ആവുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ റീസൺ, we are not accessing the power of now. We are not accessing the power of now. ഈ നിമിഷത്തിന്റെ ശക്തി നമ്മൾ ആർജിക്കുന്നില്ല. We are unaware of the power of now.
ഒന്നെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അജ്ഞരാണ്, അല്ലെങ്കിൽ ഈ നിമിഷത്തിന്റെ ശക്തി നമ്മൾ ആസ്വദിക്കാൻ കഴിയുന്നില്ല. Why this is what is called two reasons. First one I told you, psychological time. Second one anxiety gap. Psychological time എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ക്ലോക്ക് ടൈമിലാണ് അല്ല. എപ്പോഴാണ് വിളിച്ചത് സാർ? 10:30 വിളിച്ചത്. ഇവിടെ ആശുപത്രി 9:45 സാർ 9:50 അല്ലേ? അപ്പൊ നമ്മളൊക്കെ ക്ലോക്ക് ടൈമിലാണ് കറക്റ്റ് സമയം പറയാം അല്ലെ? മാഡം 10:30 ലേറ്റ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈം ഉണ്ട്. ഇത് ക്ലോക്ക് ടൈം ആണ്. പക്ഷേ ഒരു 2-3 മാസം മുൻപ് രവി സാർ ഒരു സ്റ്റോറിയോട് പറഞ്ഞു. ഒരു എന്താ പറയാ, ഒരു ബുദ്ധ സന്യാസിയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും നടക്കുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് ഇവർ കാണുന്നത് ഒരു സ്ത്രീ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് അവര് അപകടത്തിൽപ്പെട്ടു. ഋഷിമാരാണ്, മുനിമാരാണ്, ബ്രഹ്മചര്യമുള്ളവരാണ്. ഉടനെ ഈ മുൻപിൽ പോയ ബുദ്ധ സന്യാസി ഒന്നും നോക്കില്ല. അദ്ദേഹം തന്റെ ഷാൾ വലിച്ചെറിഞ്ഞ് ആ കുളത്തിലേക്ക് ചാടി സ്ത്രീയെ രക്ഷിച്ചു, കുളിപ്പിച്ചു, കരയിൽ കയറ്റി. അവർ നടന്നു നീങ്ങി അവർ ആശ്രമത്തിലെത്തി കഴിഞ്ഞപ്പോ ഭയങ്കര ചർച്ചയാണ്. ആരാ ഈ അനുയായികൾ ഇവരെല്ലാം ഈ ബുദ്ധ സന്യാസിയുടെ എന്താ പറയാ ആ വിശ്വാസപ്പെടുന്നവരാണ്. അവർക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടില്ല. ഒരു ബുദ്ധ സന്യാസി ഒരു സ്ത്രീയെ കുളത്തിൽ ചാടി അവളെ കുളിപ്പിച്ചു, അവളെ രക്ഷിച്ചു. ഇത് വലിയ പ്രശ്നമായി. അപ്പൊ ഇങ്ങനെ മുറിവ് പാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അകത്തെയായി. അവസാനം ഇത് എങ്ങനെയോ ഈ സന്യാസിയുടെ ഈ ഗുരുവിനുണ്ട്. ഗുരു തിരിച്ചു ചോദ്യം ചെയ്തു, I have reached here, you have still there. I have already reached here in this ashram, but you are still in that port. നിങ്ങൾ കൂടെ കുളത്തിലാണ്, ഞാനിവിടെ എത്തിച്ചത്. അവൻ ഞാൻ ഇവിടെ എത്തിയത് അദ്ദേഹം ക്ലോക്ക് ടൈമിലാണ്. 7:30 എത്തണമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം 7:30 എത്തിയിട്ടുണ്ട്. മറ്റൊരു ഇവിടെ എത്തിച്ചത് കേട്ടോ. They are still in that port. ഇപ്പോൾ ആ കുളത്തിലാണ്. They are in psychological time. അവര് സൈക്കോളജിക്കൽ ടൈമിലാണ്. അവർ ഇതുവരെ ഇവിടെ 7:30 ഈ ആശ്രമത്തിൽ ഇപ്പോഴും അവര് അതാണ്. If we look behind us, if we search for our past experiences, we will be completely worried. നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ഒരിക്കലും എത്തേണ്ടത് എത്തില്ല. അതാണ് നമ്മുടെ ഈ റിലയൻസിന്റെ ഓണർ മുകേഷ് അംബാനി അദ്ദേഹം പറഞ്ഞു, if you start storing at every dog which barks you will never reach the destination you will reach. If you start storing at every dog which barks at you will never reach the destination. നിങ്ങൾക്ക് മുന്നിൽ കുരയ്ക്കുന്ന പട്ടികളെയൊക്കെ നിങ്ങൾ എറിഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എത്തേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we should be on clock time. We should not be on psychological time. Don't walk behind. The first and foremost one to be happy is to live in today and in this moment and make use of this moment and miracles will happen. ഈ നിമിഷത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് അതിന് എത്താൻ കഴിയുന്നില്ല. സെക്കൻഡ് വൺ, ആൻസൈറ്റി ഗ്യാപ്പ്. ഇദ്ദേഹം പറഞ്ഞപ്പോ ഇതുമായി പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു റെമഡി കൂടെ പറഞ്ഞു. നിങ്ങള് സ്റ്റോൺ ചെയ്യുന്നവരെ, കല്ലെറിയുന്നവരെ തിരിച്ച് വിമർശിക്കാനോ തിരിച്ച് കല്ലെറിയാനോ പോകണ്ട. പകരം എന്ത് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞു. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഡെയിലി രാവിലെ ഇറങ്ങുമ്പോ 2-3 പാക്കറ്റ് ബിസ്ക്കറ്റ് കയ്യിൽ വെക്കുക. എന്നിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ കുറച്ച് പിന്നാലെ ഓടി വരുന്ന പട്ടികൾക്കൊക്കെ തിരിഞ്ഞു പോലും നോക്കാതെ ബിസ്ക്കറ്റ് ഓരോന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുക. അത് ബിസ്ക്കറ്റിൽ നിന്നിട്ട് അവിടെ നിന്നോളൂ. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ ശബ്ദങ്ങളൊക്കെ നിൽക്കും. നമുക്ക് നമ്മുടെ വഴിക്ക് സുഖമായിട്ട് നടക്കാം. കുറച്ച് ബിസ്ക്കറ്റ് മാത്രമേ മിസ്സാക്കുള്ളൂ. വേറെ പ്രശ്നം ഉണ്ടാക്കാം. ഏതോ സിനിമയിൽ കണ്ടതുപോലെ പിന്നെ സലീംകുമാറല്ല സലീംകുമാർ ഒരു കടയിൽ പോയി ബിസ്ക്കറ്റ് വാങ്ങി കഴിഞ്ഞപ്പോ പട്ടി വറ തന്നു. അദ്ദേഹം ഒരു ബിസ്ക്കറ്റ് കൊടുത്തു, പട്ടി വറ തന്നു. പിന്നെ കുറച്ചു വീണ്ടും ബിസ്ക്കറ്റ് കൊടുത്തു, വീണ്ടും കുറച്ചു, വീണ്ടും ബിസ്ക്കറ്റ് കൊടുത്തു. പാക്കറ്റ് തരുന്നു, പട്ടി വറ തുടങ്ങി. തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ബിസ്ക്കറ്റ് പാക്കറ്റോട് വാങ്ങി ഇട്ട് കൊടുത്തു, പട്ടി വറ നിർത്തി കഴിച്ചു കഴിഞ്ഞപ്പോ വറ തന്നു. ഇദ്ദേഹത്തിന് അവിടുന്ന് മാറിപ്പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ബിസ്ക്കറ്റ് നിർത്തി കഴിഞ്ഞാൽ കുറെ തുടങ്ങും, കുറെ തുടങ്ങി കഴിഞ്ഞാൽ കഴി തുടങ്ങും. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കടയിലെ ബിസ്ക്കറ്റ് മുഴുവൻ വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ.
ഇദ്ദേഹം പക്ഷെ ദയവായി പറഞ്ഞപ്പോ ഇങ്ങനെയാണ് സൈക്കോളജിക്കൽ ആയിട്ട് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന, നമ്മളെ ഒരുപാട് തെറി വിളിക്കുന്ന, കുറ്റം പറയുന്ന, ശരിയല്ല എന്ന് പറയുന്ന, പിടിച്ചു താഴേക്ക് ഇടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരെ തിരിഞ്ഞു നിന്നിട്ട് നിങ്ങളൊന്നും അവരോട് പറയാൻ വേണ്ടി നിൽക്കണ്ട, തിരിച്ച് കല്ലെറിയാൻ നിൽക്കണ്ട, അവർക്ക് കൂടി മധുരം കൊടുക്കൂ. ആ മധുരം അവര് അപ്പൊ മധുരം കൊടുക്കുന്നതിലൂടെ നമുക്കൊരു സംതൃപ്തി കിട്ടും, നമുക്ക് അവർ മധുര കൊടുത്തിട്ട് ആ റൈവലറി നമ്മുടെ മനസ്സിൽ ഭാരമായി അവശേഷിക്കുകയും ചെയ്യില്ല. മറ്റവരെന്ന് പറഞ്ഞാൽ അത് ആസ്വദിച്ച് നിൽക്കുകയും ചെയ്യും. നമുക്ക് മുന്നോട്ട് പോകാണ്ടിരിക്കാൻ സൈക്കോളജിക്കൽ ഉദാഹരണമാണ്. അതിലേക്ക് പോകണ്ട. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ സൈക്കോളജിക്കൽ ടൈമിൽ നിന്ന് ക്ലോക്ക് ടൈമിൽ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് വ്യവരാതിപ്പെട്ട് നമ്മുടെ ഇന്നിന്റെ സൗന്ദര്യം, ഈ നിമിഷത്തിന്റെ സൗന്ദര്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇനി രണ്ടാമത്തെ കാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ why are we worried and tense and anxious? Why is it? ഇതുകൊണ്ടാണ് നമ്മൾ ആൻഷ്യസ് ആകുന്നത്, ഉത്കണ്ഠയുള്ളവരായി മാറുന്നത്. We are always thinking about future, what will happen after 20 years. And once a baby is, a girl baby is born, we will be thinking about after 20 years or 25 years, we will have to get her married. We have to send her married. For that we need money. We have started saving money instead of spending money. Alright. So if we think about the future unnecessarily, definitely we will have anxiety. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ നിമിഷം ആസ്വദിക്കേണ്ട സൗന്ദര്യം, ഈ നിമിഷം നമ്മൾ എടുക്കേണ്ട പവർ നമ്മൾ നാളുകളിലേക്ക് കരുതിയിരിക്കുകയാണ്. So we will be losing the energy of this moment. We will be losing the beauty of this second. So avoid thinking completely on future. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് വൈകിട്ടായിരിക്കണം അല്ലെ? അതാണ് ബൈബിളിൽ എഴുതുന്നത്. വയലിലെ നെല്ലുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ആകാശത്തെ പറവകൾ കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, പക്ഷെ അവ എപ്പോഴെങ്കിലും അവയ്ക്ക് കളപ്പുരകളുണ്ടോ? അവയ്ക്ക് ഭക്ഷണപ്പുരകളുണ്ടോ? ഇല്ല. പക്ഷെ അവർ എപ്പോഴെങ്കിലും ഭക്ഷണം കിട്ടാതെ ചത്തിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷെ ഇല്ല. ഭക്ഷണം കിട്ടാതെ അവർ ഇതുവരെ മനസ്സിലാക്കിയില്ല. പക്ഷേ നമ്മുടെ പൊല്യൂഷനൊക്കെ കാരണം കൊണ്ട് ഒരു പക്ഷേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ മരിച്ചിട്ടുണ്ടാവാം. അപ്പൊ നമ്മുടെ പുലികളൊക്കെ ഇവിടേക്ക് ഇറങ്ങി വരുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച വരാം. പുലികൾ ഇവിടേക്ക് ഇറങ്ങി വരുന്നത് ഭക്ഷണം തേടിയാണോ? അവർക്ക് അധിവസിക്കേണ്ട കാട് മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവന്റെ ആവാസം തേടിയാണ് വരുന്നത്. ഓക്കെ, സോ we should be completely concentrating on this moment. If we don't concentrate on this moment, the beauty, the power, the energy of this moment will be lost forever. അത് ഒരിക്കലും തിരിച്ചിട്ടില്ല. നാളെ നമുക്ക് നാളുകൾ കിട്ടും അല്ലേ? So if you want to be happy, make sure that we are enjoying the beauty, energy and power of this moment. That is what is called the power of now. Right. Second one, why are we unhappy? Second reason. The reason is we are not unhappy. നിങ്ങളെല്ലാം എവിടെയാണ്? ഇവിടെ ഇരിക്കുന്നതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ആകുന്നതിൽ, ഇവിടെ ആയിരിക്കുന്നതിൽ സങ്കടപ്പെടുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് കിട്ടാത്തവരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? Nobody's here, I think. ഉണ്ടോ? ഇല്ല, ആരും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു. Because you are here completely. Understand? Some people may be here compelled by Sudhasan. അല്ലേ? ചിലപ്പോൾ ഉണ്ടാവാം സുധാസേന കമ്പൽ ചെയ്യപ്പെട്ട അവരൊരു പക്ഷേ ഹോസ്പിറ്റലിൽ പോകേണ്ടവരായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു പക്ഷേ ഫാമിലിക്കൊപ്പം സിനിമ കാണാൻ പോകേണ്ടവരായിരിക്കാം, ടൂർ പോകേണ്ടവരായിരിക്കാം. സോ വി ആർ കമ്പൽഡ് ടു ബി ഹിയർ. So even if they are here, they will not be here. They are here, but they wanted to be somewhere else. So we are here, but we are expected to be somewhere else. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. എന്താ കോൺഫ്ലിക്റ്റ്? We are here, but we wanted to be somewhere else. നമ്മൾ ഇവിടെയാകാം, നമ്മൾ എവിടെയോ ആകാനാണ്, മറ്റെവിടെയോ ആകാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. This conflict is known as the conflict of desires. Right? Whenever this conflict of desire arises, there comes unhappiness.
അപ്പൊ നമ്മൾ ആയിരിക്കുന്നിടത്ത് ആകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we expected or we wanted or we aspired to be somewhere else. Now we are compelled to be here. It is because of social convention or social dogmas or social status or ego needs, whatever it is. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവാം. പക്ഷേ നമ്മൾ ആയിരിക്കുന്നിടത്ത് ആകാൻ ഒരിക്കലും ആവില്ല. Right, so here we will be unhappy. Whatever is provided. പറ്റത്തില്ല. അതെ, അതാ ഞാൻ പറഞ്ഞത്. We will be, body will be here. Your mind will be moving here and there, and your ego will never be here. ഈഗോയുടെ നമ്മുടെ ബീയിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, റൈറ്റ്? സോ we should be somewhere where we wanted to be. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തായിരിക്കുക. Okay, so here happiness will definitely guarantee. And third thing is, do the things that we all aspire to do. Do the thing that we aspire to do. Like to do Allah, desire to do Allah, aspire to do. നമ്മൾ എന്താ ആസ്പിരേഷൻ എടുക്കുക. ഡിസൈനും ആസ്പിരേഷനും ആസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ അഭിവാഞ്ചിയാണ്. അവിടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ബോഡിയുടെ മാത്രം ആഗ്രഹമാണ്. റൈറ്റ്? ആസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് ഫ്രം ബോഡി, മൈൻഡ് ആൻഡ് ബീയിങ്. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ഒരു കാര്യം ആഗ്രഹിക്കുന്നതാണ് ആസ്പിരേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഇത് ദി ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകത്തിൽ റിപ്പീറ്റഡ് ആയി പറയുന്നത്, ഇഫ് യു ആസ്പയർ സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ഫോർ യു. നീ ഒന്ന് അഭിലഷിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിനക്ക് വേണ്ടി ഗൂഢമായി അതെങ്ങനെ സാധിക്കണം, അതെങ്ങനെ സാധിച്ചു കൊടുക്കണം എന്നും കൂടെ. അതവിടെ ആസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് നോട്ട് ഓൺലി ഫ്രം ബോഡി ബട്ട് ഓൾസോ ഫ്രം അവർ മൈൻഡ് ആൻഡ് അവർ being, the so-called being defined by Eckhart Tolle. So aspiration is needed. എന്താ മേഡം? ഇല്ല, ഡിസയർ ചിലപ്പോൾ സാധിക്കുന്ന സംഗതി ആവണമെന്നില്ല. ആസ്പിരേഷൻ നമ്മുടെ നേടണം എന്ന് വിചാരിച്ചു വെക്കുന്ന ലക്ഷ്യമാണ്. എന്തുകൊണ്ടാണ് നേടുന്നത്? അത്രയും ശക്തമായ അഭിവാഞ്ചിയുള്ളത്. ഡിസയർ ചിലപ്പോൾ നമുക്ക് വേണ്ടാത്ത സംഗതികൾക്കും നമ്മൾ ഡിസയർ ഉണ്ട്. ബോഡിയുടെ നീഡ്സ്. either body's needs or mind's needs. നമുക്ക് ചിലപ്പോൾ നേടണം ആഗ്രഹം ഉണ്ടാവില്ല, നേടണം എന്നില്ല. അതെന്തുകൊണ്ടാണ്? അവിടെ ഈ പറയുന്ന ബീയിങ് കൂടെ കൂടെ ഇല്ല. ബീയിങ് കൂടെ കൂടെ ഉണ്ടെങ്കിൽ ആസ്പിരേഷൻ ആയി മാറുകയുള്ളൂ. അഭിവാഞ്ചം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന മൂന്ന് എലമെന്റുകളും that should follow that desire. The desire stems from our body only. Our need also comes from our body only, but aspiration comes exactly and entirely from our body, mind and spirit. So it will anyway, at any cost, will be satisfied and achieved. So if you aspire something and do the thing that you aspire, നിങ്ങൾ ചെയ്യുക, എന്ത് ചെയ്യണം? നിങ്ങൾ അഭിലഷിക്കുന്നത് ചെയ്യണം. Right? That's what ദീപക് ചോപ്രയുടെ പുസ്തകം ഞാൻ ഇവിടെ അവതരിപ്പിച്ചതാണ്. 7 laws of spiritual success എന്ന് പറയുന്ന പുസ്തകം ഇവിടെ അവതരിപ്പിച്ചത്. അതിനകത്ത് ദി ലോ ഓഫ് ലീസ്റ്റ് എഫർട്ട് എന്ന് 7 നിയമങ്ങളാണ് ഇത് പറയുന്നത്. നമ്മൾ സ്പിരിച്വൽ സക്സസ് ഉണ്ടാകണമെങ്കിൽ there are 7 laws of success. One among them is the law of least effort. അവിടെ ലീസ്റ്റ് എഫർട്ട് എന്ന് പറഞ്ഞാൽ ഒരു എഫർട്ട്, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നതിന്റെ 40% എഫർട്ട് മതി if we do it with the aspiration. If we do that thing without aspiration, we need 100% effort. It is known as hard work. If we do that thing with the 100% aspiration, we need only 20% effort, and that will definitely be achieved, and you will be happy. I'm a teacher by profession. I became teacher not because of not getting any other job like any other job. When I studied, I had a dream to be a teacher. After completing my +2, I went for degree and BA and all. I knew that. അങ്ങനെ ആഗ്രഹിച്ചത് കിട്ടി, അത് ചെയ്യുമ്പോൾ ഒരു internal satisfaction, happiness. There is no compulsion needed. There is no sudden visit needed. There is no Dios visit needed. Only our effort is needed. Students will be satisfied. When Sudasan trainer ആയപ്പോൾ satisfaction ഉണ്ട്. അദ്ദേഹം അവിടെ തലപ്പറമ്പിൽ എഴുതിയ റൈറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ
ഓക്കെ, ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് നേരത്തെ തന്നെ പ്ലാറ്റോയുടെ ഒരു സിദ്ധാന്തമുണ്ട്. പ്ലാറ്റോ നേരത്തെ BC 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ട് കാര്യം അദ്ദേഹം he described about education. Education not meant for job and all. It is meant for classifying the people for doing different kind of works. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തിൽ വ്യക്തികൾക്ക് ആർക്ക് എന്ത് എന്ന് നിശ്ചയിക്കാനുള്ള ഒരു പ്രോസസ്സാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. So he divided very clearly. He divided every society at that സമയത്ത് 4 തരത്തിലുള്ള ആൾക്കാർ വേണം. ആർക്ക് വേണം? പാർട്ടി പണിയെടുക്കുന്ന ആൾക്കാർ വേണം. There are 4 elimination tests. The elimination test 3 elimination tests. The one which passes, the one who fails the first elimination test will be categorized as farmers and all physical works. Like ആദ്യത്തെ elimination ടെസ്റ്റിൽ തോറ്റു പോകുന്നത് എന്ത് ചെയ്യണം? ഇവിടെ പാർട്ടി പണിയെടുക്കണം, കൃഷി പണിയെടുക്കണം, ആശാരി പണിയെടുക്കണം, അങ്ങനത്തെ ഫിസിക്കൽ എഫർട്ട് ആവശ്യമുള്ള പണികളൊക്കെ എടുക്കണം. Second elimination test, those who fail in that second elimination test will be forced to do the work meant for them. അവർക്ക് വേണ്ടിയുള്ള പണികൾ എന്താ? സോൾജർ, അവര് രാജ്യരക്ഷയ്ക്ക് വേണ്ടി പോകണം. The third elimination test, അവിടെ തോൽക്കുന്നവരാ എന്ത് ചെയ്യണം? അവരാണ് ഈ എന്താ teaching, engineers, all such work should be done by that people. The one who passes the last elimination test, the final test, will be the king of wisdom. അദ്ദേഹം രാജ്യം ഭരിക്കണം. The king of wisdom, ജ്ഞാനിയായ രാജാവ്. So the administration will be completely transparent, efficient and effective if our country is ruled by such a person known as the king of wisdom. അങ്ങനെയാണ് പ്ലാറ്റോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇവിടെ പണ്ട് ഒരു ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. ചാതുർവർണ്ണ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. Originally it was for good. തുടക്കം നല്ലതായിരുന്നു അല്ലേ? ചാതുർവർണ്ണ, right? Yes. But later it transformed into jati vyavastha, caste system and all. But nobody is born Brahman, nobody is born Kshatriya, nobody is born Vaishya, Shudra. Ipo ee judgment ennu parayunna perana judgment system. It has its own importance in this present system. Judgment system. Judgment ആ സിസ്റ്റത്തിൽ അതായത് തൊഴിൽ അവരുടെ കഴിവിനനുസരിച്ച് ബ്രാഹ്മണനാകേണ്ടവൻ ആര് എന്ന് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഈ ജാജ്മാനി സിസ്റ്റം എവിടെയാണ് അത് പറയുന്നത്? എങ്ങനെയാണ് അത്? ഈ ഒരു വേദത്തിന്റെതാണ് അല്ല. ജാജ്മാനി സിസ്റ്റം ഈ സോഷ്യോളജിസ്റ്റുകൾ കൊടുത്ത പേരാണ് ജാജ്മാനി സിസ്റ്റം. ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിച്ച് അവർ കൊടുത്ത ടേമാണ് ജാജ്മാനി സിസ്റ്റം. Here Brahmins should not be based on birth, it should be based on the quality, the ability, the content he possesses. അല്ലേ? അപ്പോൾ ബ്രാഹ്മിൻസ് ഉണ്ടാകും, ക്ഷത്രിയാസ് ഉണ്ടാകും, വൈശ്യാസ് ഉണ്ടാകും, ശൂദ്രാസ് ഉണ്ടാകും. അത് ഉണ്ടാകുന്നത് ഇവിടെ എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. മെഡിക്കൽ എൻട്രൻസ് പാസ്സായാൽ അവൻ ബ്രാഹ്മണനാണ്. സിവിൽ സർവീസ് പാസ്സായാൽ അവൻ ബ്രാഹ്മണനാണ്. എഞ്ചിനീയറിംഗിന്റെ ടെസ്റ്റ് പാസ്സായാൽ അവൻ വൈശ്യനാണ്. പിന്നെ നമ്മുടെ ക്ലറിക്കൽ ടെസ്റ്റ് പാസ്സായാൽ അവൻ ശൂദ്രനാണ്. ആ രീതിയിലുള്ള കൃത്യമായി ഡിവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ everybody will be able to do the work that he or she aspires for. But what happens after +2? +2 ന് മിനിമം മാർക്ക് വാങ്ങി ജയിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ ഏത് മെഡിക്കൽ കോളേജിൽ പഠിക്കാം. പഠിച്ചിറങ്ങി വന്നു ഡോക്ടറായതിനു ശേഷം വന്നിരുന്നു, പേഷ്യന്റ് വരുന്നു. He will not be considering that patient as a patient, but as a product to earn the money that he or she has spent. അവനോ അവളോ സ്പെൻഡ് ചെയ്ത 40 ലക്ഷം തിരിച്ചു വാങ്ങാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മുൻപിലിരിക്കുന്ന ഈ പേഷ്യന്റ്. സോ ഹിസ് ഐസ് വിൽ ബി സ്റ്റിയറിംഗ് അറ്റ് ദ ഉൽക്ക. ഇപ്പൊ ഉൽക്ക തുറക്കാൻ ഇങ്ങനെ അവനെ അൺകോൺഷ്യസ് ആക്കുക എന്ന രീതി. സോ വി ഹാവ് ടു ബ്രിങ് ബാക്ക് ദാറ്റ് ജാജ്മാനി സിസ്റ്റം. സോ പ്രോബ്ലംസ് വിൽ ബി സോൾവ്. ദാറ്റ് വാട്ട് Eckhart Tolle says, we should do the work that we aspire. അപ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അഭിലഷിക്കുന്ന ജോലി ചെയ്ത പ്രശ്നങ്ങൾ സോൾവ് ആക്കപ്പെടും. We will be happy. So unhappiness can be avoided. And third one, we should think what we do have instead of thinking what we don't have. We all have many things. അല്ലേ? നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. So we will be thinking always about what we don't have. ഈ ചിത്രയെ പാട്ട് പാടാൻ പറ്റുന്നു.
എനിക്ക് സച്ചിനെ പോലെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ലോ, എനിക്ക് രവിയേട്ടനെ പോലെ ബിസിനസ്സുകാരനാകാൻ പറ്റില്ലോ, എനിക്ക് സുധാസിനെ പോലെ ഒരു സംഘാടകനാകാൻ പറ്റത്തില്ലോ. We will be thinking about what we don't have instead of thinking what we do have. നമുക്ക് നമ്മുടേതായ കുറെ കഴിവുണ്ട്, കുറെ എബിലിറ്റീസ് ഉണ്ട്. We are unique and nobody can replace it, nobody can reproduce it. Right? So we should think what we do have instead of thinking what we don't have. Definitely unhappiness will be thrown away into the thin air. And the last one, the fourth one, it is nothing but we should make use of what we have earned instead of saving for rest of the days or rest of the years. നമ്മൾ പണം എന്ന് പറയുന്നത് ആർ.എം. സ്മിത്ത് പണത്തെ ഡിഫൈൻ ചെയ്ത് മണി എന്ന് പറഞ്ഞാൽ എന്താ? Money means what money does. Unless and until it is used, it won't have any value. 10 രൂപ ആകുന്നത് അത് 10 രൂപയുടെ വാല്യൂ ഉള്ള സാധനം വാങ്ങുമ്പോൾ കീശയിലിരിക്കുമ്പോൾ 10 രൂപയാണോ? It is no longer 10 rupees. When it is spent and utilized, we can call it is 10 rupees. So we will be saving money, earning money and keeping somewhere else, and we won't be spending it. Unless until we spend it, it is not at all a wealth for you. And make use of whatever we have earned. Majority of people, 80% of the people living and lived have gone without spending their earnings appropriately. So they will never enjoy happiness. 80% we should make use of what we earn and we have. ഉള്ളത് നമ്മൾ അനുഭവിക്കുക. Right. So happiness will be there. And I have told you many the problem of mind. It brings you here and there and it controls us, and problem comes how to solve and how to control mind. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എങ്ങനെ നമുക്ക് ഈ മനസ്സിനെ ഇത് ഒരുപാട് കൊണ്ട് വൈഡ് ഏരിയ ആണ്. അവിടെ ഇനി മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. How to control mind. So here he says mainly 3 steps. First one, we should listen to the silence. Listen to The silence. We should listen to the silence. listen to മനസ്സിലായി. നിശബ്ദതയെ ശ്രദ്ധിക്കുക. ആ നിശബ്ദതയെ ശ്രദ്ധിക്കുക. Is it possible? Can we listen to the silence? Sure. If we listen to the silence, it means we are looking into the inner body. നമ്മൾ ഈ കാണുന്ന ഈ പെരിഫറൽ ആയിട്ടുള്ള ബോഡി അല്ല. We have an inner body. Lakhs of cells. മെഡിറ്റേഷൻ എന്ന് പറയുന്ന Meditation. ഇതാണ് meditation. So listen to the silence. അത് വളരെ വൈഡ് ആയിട്ടുള്ള കാര്യമാണ്. Those who have practiced is known as munshis alone. Right? So if we are able to listen to the silence, definitely we can control our mind, and our mind will be a wonderful instrument instead of being a terrible master. Right? നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് വരുന്ന ഗ്യാപ്പുകളുണ്ടാവും. ആ ഗ്യാപ്പ് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും. സംസാരത്തിനിടയിൽ ഇവിടെ ആരും സംസാരിക്കുന്നത് എല്ലാം നിശ്ചിതരായിട്ട് നമുക്ക് കേൾക്കാവുന്ന ശബ്ദങ്ങളൊക്കെ ഒരുപാട് ശബ്ദങ്ങൾ. Humans are given certain limitation. നമ്മൾ കാണുന്ന കാഴ്ചകളല്ല ഉറുമ്പിന്റെ കാഴ്ചകൾ ആണോ? അല്ല. ഉറുമ്പുകൾ നോക്കുമ്പോൾ കുറെ ബാക്ടീരിയകളുണ്ട്, കുറെ വൈറസുകളുണ്ട്. അതൊന്നും ഇല്ലാത്തത് കൂടിയാണ് അവിടെ നടന്നു പോകുന്നത്. അപ്പോൾ അത് നടന്നു പോകുന്ന സ്ഥലത്തിന്റെ അർത്ഥം തന്നെ അവിടെ വൈറസ് ഇല്ല, ബാക്ടീരിയ നമ്മൾ കാണാൻ പറ്റും. നമുക്ക് കാണാം മൈക്രോസ്കോപ്പ് എടുക്കുക. Right? So we have limitations, hearing limitation and visual limitation. It is given because we don't need to see all these things. നമ്മൾ വൈറസുകളെ ബാക്ടീരിയകളെയൊക്കെ നോക്കി കണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇവിടെ നടക്കൂ. We can't move from one side to another side. So we have a limited vision and limited hearing capacity. It is given by the universe, the real creator. Right? So listening to the silence. And second one, we should attend or pay attention to the nothing. We should pay attention to the nothing. Nothing. These all things are somewhat psychological. Nothing. ഇല്ലായ്മ ഒന്നുമില്ല.
ഇല്ലായ്മയിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. സങ്കല്പിക്കാൻ പറ്റും ഇല്ലായ്മ, ലോകത്തിന്റെ ഇല്ലായ്മ, ഈ വസ്തുക്കളുടെ ഒന്നും ഇല്ലായ്മ, എന്റെ ഇല്ലായ്മ. That what he has described. We should ഒന്നും കാണാതിരിക്കുക. Pay attention to the nothing. ഇല്ലായ്മയിലേക്ക് അറ്റൻഷൻ കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ മനസ്സ് അത് ഒരു 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 വലിയ ഓൾറെഡി ഐ ടോൾഡ് യു വണ്ടേഴ്സ്, ഇറ്റ് ക്യാൻ ബി വണ്ടേഴ്സ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് കൺട്രോൾ. ഇത് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്താൽ മാത്രം. മെഡിറ്റേഷന്റെ ഒരു പ്രോസസ് ആണ്. ലിസൺ ടു ദി സൈലൻസ് ആൻഡ് പേ അറ്റൻഷൻ ടു ദി നത്തിങ്. റൈറ്റ്, ഇറ്റ് നീഡ്സ് പ്രാക്ടീസ്. ഈ സൈലൻസ് മനസ്സിലായി, പക്ഷേ ഇല്ലായ്മയിലേക്ക് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് ഇല്ലായ്മയിലേക്ക് ശ്രദ്ധിക്കാറില്ല. ഉള്ളത് കാണുന്നത് ശൂന്യത, നമുക്ക് മുന്നിൽ ശൂന്യത. അങ്ങനെ ശൂന്യത നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ, അതാണ് ഒരു ഋഷി തപസ് ചെയ്തപ്പോൾ ദേവന്മാർ ആരയിച്ചു, തപസ് മുടക്കാൻ വേണ്ടി അവിടുത്തെ സുന്ദരിമാരെ തപസ് മുടക്കാൻ. കാരണം he is looking only paying attention to the nothingness, not the somethingness. ഇല്ലായ്മയാണ് നോക്കുന്നത്. അവിടെ അതിനു മുൻപിൽ ഇവര് നൃത്തം കളിച്ചതിന്റെ സൗന്ദര്യം ഇദ്ദേഹം കാണുന്നില്ല. He will be offering his eyes. ലൈഫിന്റെ നശ്വരത എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മള് ഇതൊന്നും നമ്മുടെ മുന്നിലുള്ളതൊന്നും, ഇതാണ് നമ്മുടെ ഇവിടെ ഒന്ന് നമ്മുടെ മുന്നിൽ ഈ കാണുന്ന കാഴ്ചകളൊന്നും കാണുന്നത്, ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ കാണുകയാണ്. പ്രസൻസ് ഓഫ് the creator or the body, no, the God, spirit. അവിടേക്ക് വരിക എന്ന് പറയുന്നത് നമ്മളെ പോലുള്ളവർക്ക് ഒരുപാട് പ്രാക്ടീസ് ആവശ്യമാണ്. Right, so we should pay attention to the nothingness. That was the second step to control our mind. And third one, we should always look into the emptiness. We should all look into the emptiness. Emptiness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ കാണുന്നു, പണ്ട് സോക്രട്ടീസ് കുറെ ശിഷ്യന്മാരെ കൊണ്ട് കിണറ്റിലേക്ക് ശിഷ്യന്മാരെ കിണറ്റിലേക്ക് നോക്കാൻ പറഞ്ഞു. അവർ നോക്കി എന്തൊക്കെ കാണുന്നു പറഞ്ഞു. ഒരാൾ പറഞ്ഞു അവിടെ കുറച്ച് പായലുണ്ട്, കുറച്ച് കല്ല്, പായൽ വെച്ച കല്ലുകളുണ്ട്, ഒരു തവളയുണ്ട്, അതിനോട് ഇങ്ങോട്ട് ഓടിക്കളിക്കുന്നു. അവിടെ മുഴുവൻ ചെളിയാണ്, ചെളിയുണ്ട്, കുറെ ആത്മാക്രിയുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. Has anybody seen that water inside that well? ആരെങ്കിലും അതിനകത്ത് വെള്ളം കണ്ടോ? കാണേണ്ടത് എന്താണ്? കിണറ്റിലെ വെള്ളമാണ് കാണേണ്ടത്. വാട്ടർ. അപ്പൊ ഇത് നമ്മൾ ഈ റൂം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ടേബിൾ, ചെയർ, ഈ ബോർഡ്, ഈ ആൾക്കാരൊക്കെയാണ്. But nobody cares. ജോജന കണ്ടില്ല. Yes. This is because of you are controlled by mind. അതുകൊണ്ടാണ് കാണുന്നത്. കാരണം മനസ്സിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ സ്വന്തം ഒരുപക്ഷെ തിയേറ്ററിലായിരിക്കാം, വീട്ടിലായിരിക്കാം, അങ്ങനെ നിങ്ങൾ പലയിടത്താണ്. സോ യു ആർ നോട്ട് ലുക്കിംഗ് അറ്റ് മീ. ചോദിച്ചത് ഇവിടെ എന്തൊക്കെ കാണുന്നതാണ്. അതാണ് നോക്കുന്നത്. കാണാത്തത് മനസ്സുകൊണ്ട് കാണുന്നതേ കാണാൻ പറ്റുന്നുള്ളൂ. ലുക്കിംഗ് ഇൻ ദ എംപ്റ്റിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂം ഇതിന്റെ അകത്ത് സാധനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ കാണാൻ കഴിയും. കാണാൻ പറ്റുന്നില്ല. ലോകത്ത് ജനങ്ങളില്ലാത്ത ലോകത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഒരു സ്പേസ്, നമ്മൾ സ്പേസ് ആയിരിക്കണം. സ്പേസിനെ സ്പേസ് അല്ല, തിങ്സ് അല്ല. വി ഷുഡ് ലുക്ക് അറ്റ് ദിസ് സ്പേസ് ഓൺലി, നോട്ട് തിങ്സ്. എന്തൊക്കെ സാധനങ്ങളൊന്നല്ല, ഏത് സ്പേസ് എന്ന് ആരും നോക്കാറില്ല. സോ കോൺസെൻട്രേറ്റ് ഓൺ ദി സ്പേസ് വേർ തിങ്സ് ആർ കെപ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഓൺലി ലുക്കിംഗ് അറ്റ് ദ തിങ്സ്. So if you follow these three steps, first one, listen to the silence. Second one, pay attention to the emptiness. Third one, now pay attention to the nothingness. Third one, look at the emptiness. It means we are meditating. ഒരുപോലെയാണ് ഈ മൂന്ന്, ഒരുപോലെയാണ്. ഈ മൂന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കൂടിയായി. സൈലൻസ് നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് പോലും നമുക്ക് കേൾക്കാൻ പറ്റും. റൈറ്റ്. നമ്മൾ ഇവിടെയുള്ള എംപ്റ്റിനെസ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്നർ ബോഡിയെ കുറിച്ചുള്ള അവയർനെസ് കിട്ടും. റൈറ്റ്. വി ആർ വറീഡ്
due to two reasons. First one, we don't have the awareness or the loss of awareness that what we are. നമ്മൾ എന്താണെന്ന് ആരാണെന്നുള്ളതിന്റെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വറിയിടാത്തത്. സെക്കൻഡ് വൺ, പിന്നെ നമ്മൾ വറിയിടാകാനുള്ള രണ്ട് കാരണങ്ങൾ, we are worried because we have a sense that we lack something and we are incomplete. നമ്മൾ എന്തോ ലാക്ക് ചെയ്യുന്നുണ്ട്, എന്തോ നമ്മൾ ഇൻകംപ്ലീറ്റ് ആണെന്നുള്ള ചിന്താഗതി നമുക്കുള്ളതുകൊണ്ടാണ് we are worried. ഇത് കോൺഷ്യസ് ആവാം, അൺകോൺഷ്യസ് ആവാം. If it is deliberate one, we will be very much craving for money. നമ്മൾ വളരെ നമുക്ക് എന്തോ കുറവുണ്ടെന്ന് കണ്ടാൽ നമ്മൾ ഇൻകംപ്ലീറ്റ് ആണെന്ന് ഡെലിബറേറ്റ്ലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ we will be certainly become criminals and we will capture others property. മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കാനൊന്നും നമുക്കില്ല. അപ്പൊ ഇല്ലാത്തത് കിട്ടാനുള്ള ശ്രമം നമ്മൾ ഏത് വിധേന നടത്തും. That will lead to worry. That worry will lead to criminal activities. Second one, if we feel that we lack something and we are incomplete, definitely we will feel that we have a sort of complex, inferiority complex. നമുക്ക് എന്തോ കുറവുണ്ടെന്ന് കണ്ടാൽ അത് അൺകോൺഷ്യസ് ആണെങ്കിൽ നമുക്ക് വളരെയധികം ഇൽ ഫീലിംഗ് ആയിരിക്കും. ഒരു സമൂഹത്തിൽ അടിച്ചു നിൽക്കാനോ സംസാരിക്കാനോ നമ്മുടെ ജോലി സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ ചെയ്യാനോ നമുക്ക് കഴിയും. So we should not have the feeling that we lack something or we are incomplete. So we have been sent here in order to do certain things. Make sure that work is done with 100% satisfaction. For that satisfaction, we have to do the things without 100% aspiration. So let us change our mind. നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാം. ഇത് നാലാമത്തതാണ് അത് മൂന്നാണ്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്തുകൊണ്ട് വറിയിടാവുന്നു? അതിനുള്ള ഒന്നാമത്തെ കാരണമാണ് we feel that we lack something and we are incomplete. നമ്മൾ നമുക്ക് എന്തോ കുറവുണ്ട്, നമ്മളൊന്നും കംപ്ലീറ്റ് അല്ല. അത് രണ്ട് രീതിയിൽ ബാധിക്കും. ഇത് ഡെലിബറേറ്റ് ആണെങ്കിൽ എന്താവും? ക്രിമിനൽസ് ആവും. കാരണം ഇല്ലാത്തത് എടുക്കാനുള്ള ശ്രമം നടത്തും. അവനുണ്ട്, എനിക്കില്ല. അപ്പൊ അത് നമ്മുടെ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക്, മോഷണം പോലുള്ള ആക്ടിവിറ്റീസിലേക്ക് നയിക്കും. ഇഫ് ഇറ്റ് ഈസ് അൺകോൺഷ്യസ്, നമ്മൾ അറിയാതെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ it will lead to inferiority complex, right? So both either side it will be a danger for us. So make sure that we don't feel that we lack something, we are incomplete. We are complete, we have. And then what about the first thing you said? And if we don't know, we are not at all aware about what are the potentials we have, negative എങ്ങനെ affect ചെയ്യും? ഇത് first സർവ്വം. As we don't know what we are. What we are. The origin of every problem is deep rooted in the sense, the absence of awareness that what we are. നമ്മൾ ആരാണെന്നുള്ളതിന്റെ അജ്ഞതയാണ് എല്ലാ ഇമോഷന്റെയും ആരംഭം എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ we should understand the being. We are not the mind എന്നുള്ള ആദ്യത്തെ ഒരു ബേസിക് കോൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നു. We are not our mind. We are the being എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. We are a part of very vast, timeless, boundless and formless universe. ഒരു കാര്യം ചോദിച്ചോ, ഈ ബീയിങ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു പുതിയ ടൈമായിട്ട് പറഞ്ഞുകൊണ്ട് പറയാണ്. ബീയിങ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, കോൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു പദം പൊതുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തിങ്ക് ദാറ്റ് മേക്ക് തെറ്റെന്ത് ശരിയെന്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു തോന്നൽ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാതെ ഒരു സംഭവം കണ്ടു, നമുക്കത് നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ അത് പറയാ, അത് എടുക്കണം അല്ലെ എടുക്കണ്ടെന്ന് നമുക്കൊരു തോന്നുന്നത്. അതല്ല ഉദ്ദേശിക്കുന്നത് ഈ ബീയിങ് എന്നുള്ളത്. അല്ല, ആ എടുക്കണ്ട എന്ന് പറയുന്നത് ബീയിങ് ആണ്. പക്ഷെ അത് വേറെ കാര്യമുണ്ട്. ബീയിങ് എന്ന് പറയുന്നത് നമ്മള് നമ്മൾ ബോഡിയുടെ മൈൻഡിന്റെ ഇടയ്ക്ക് ബോഡി മൈൻഡ് എന്ന് പറയുന്നത് മൂന്ന് ആസ്പെക്ട്സ്. മനുഷ്യന്റെ ശരീരത്തിൽ മൈൻഡ്, ബോഡി, ബീയിങ് എന്ന് പറയുന്നത് നമ്മളെ ശരീരം നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു പവർ. അതിനെ ഉദ്ദേശിക്കുന്ന ഈ ബീയിങ് ഉള്ളൂ. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മള് മനുഷ്യരെ വേർതിരിക്കുന്നത് the ability to distinguish what is right and what is wrong. അല്ലെ, തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റിയാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. It is not enough. ഇപ്പോൾ നമ്മുടെ ഫോർമർ പ്രസിഡന്റ് APJ Abdul Kalam, once he was asked by Children, you are a very old person, why do you still very much active in politics? You can get retired.
നിങ്ങൾ ഇപ്പോഴും പൊളിറ്റിക്സ് ഇങ്ങനെ പൊതുരംഗത്ത് ആക്റ്റീവായിട്ട് നിങ്ങൾ വളരെ ഓൾഡ് അല്ലേ എന്ന് ചോദിച്ചു പ്രസന്റ് ആയിരുന്ന സമയത്ത്. So he answered, I'm not old because I am still young. eh? I'm very young. എന്നല്ല I'm still young ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? I'm still Creative or creative. I am still alive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ still healthy no. Not working. Active. Effective no. Active. Not active. Active ഒന്നുമല്ല. Mind is here അല്ല. Mind is here എന്ന് പറയാം, പക്ഷെ എന്ത് പ്രോസസ് നടക്കണം? I'm thinking. I'm thinking because I am still young because I am thinking. If I am old, I do think anything. എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഈ എക്കാർട്ടർ പുസ്തകത്തില് ഇത് ഇദ്ദേഹം പറഞ്ഞതായിട്ടില്ല, വേറൊരു ചിന്തകൻ പറഞ്ഞതായിട്ട് thinking is not the work that the being likes to do. Thinking എന്ന് പറഞ്ഞാൽ മൈൻഡ് പ്രോസസ് ആണ്. അപ്പൊ അങ്ങനെ തോന്നിയതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നില്ല. If thinking is initiated by mind, right, and it is enjoyed by the body, when these two parts of human work together, their problem arises. എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അതാ ഒരു എന്താ പറയാ, അതാ ഒരു ബാഗ്, അത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ട്രെയിൻ പോകുന്ന സമയത്ത് ഭയങ്കര ശബ്ദം ഉണ്ടാവും, അത് ഇടിച്ചു പൊട്ടിച്ചാൽ മാനം കേൾക്കില്ല. സോ എന്താ ആര് പറയും? മൈൻഡ് ബോഡിയുടെ. അപ്പം ദി ആബ്സെൻസ് ഓഫ് ഈ ബീയിങ് ഈസ് ദേർ. ആ സമയത്ത് ബോഡിക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. ഹി നീഡ്സ് luxury cars, he need very nutritious food like colas and all, he needs very spacious houses, so he always agrees with whatever mind has said. അല്ല ഈ ബാങ്ക് മോഷ്ടിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ കയറി പണം നടത്തി കഴിഞ്ഞാൽ ശരീരത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരുപാട് നീഡ്സ് അവിടെ ഉണ്ടാവും, സോൾവ് ചെയ്യപ്പെടുകൊണ്ട് ശരീരം എഗ്രി ചെയ്യും. ഓക്കെ, യു ക്യാൻ ഡു. സോ ഹിയർ കംസ് ദ ആബ്സെൻസ് ഓഫ് ബീയിങ്. ബീയിങ് അവിടെ ഇല്ല, right? അതില്ലാതെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ we are not listening to the silence, we are not looking into the emptiness, we are not concentrating on the nothingness. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ if we are unconscious it will never happen. അപ്പോൾ അങ്ങനെ മനസ്സും ശരീരവും തമ്മിൽ കൈകൊടുത്ത് they are married and problem starts. Stealing, looting, all such kind of undesirable activities take place. അല്ല, ഈ ഒരു സംഘർഷം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടല്ലോ. ഈ ഇത് തമ്മിലുള്ള സംഘർഷമാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുമായിട്ട് മേലെ ചെയ്യാത്ത രീതിയിലേക്ക് അത് വന്നുകൊണ്ടേയിരിക്കാം, വന്നുകൊണ്ടേയിരിക്കും. നമ്മളത് ബന്ധപ്പെടുത്തും, നമ്മളതുമായിട്ട് യോജിക്കാതെ കൊണ്ട് തന്നെ നമ്മൾ മാറി നേർവഴിക്ക് നടക്കുന്നത്. ബീയിങ് ഇസ് ദേർ. ബീയിങ് നിങ്ങളുടെ ഈ ബോഡിക്കും മൈൻഡിനിടയ്ക്ക് ബീയിങ്, നിങ്ങളുടെ ബീയിങ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ പോകാതെ. Some people are doing that. അപ്പോൾ നമ്മൾ അതല്ല, മറ്റു പല കറപ്ഷൻ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരാണ് അതെ ഈ മൈൻഡിനെ മൈൻഡിനെ ഒതുക്കാൻ കഴിയാത്ത ആൾക്കാരാണ് പെട്ടെന്ന് അഡിക്ഷൻ. ഇയാളുടെ അഡിക്ഷനെ ഞാനിപ്പോൾ ഒരുപാട് വാസ്റ്റ് ഏരിയകളുണ്ട്, പല ടേബിളും പറഞ്ഞില്ല. ഹി ഡിഫൈൻസ് അഡിക്ഷൻ. അഡിക്ഷൻ ഇസ് നത്തിങ് ബട്ട് ദി ബോഡി ആൻഡ് മൈൻഡ് ഡു നോട്ട് നോ ഹൗ ടു സ്റ്റോപ്പ് സംതിങ്. Do not know the option, the choice to stop something. Either മനസ്സും ശരീരവും തുടങ്ങി പുകവലി തുടങ്ങി. മനസ്സ് ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ചത് അവരുത്തൻ പുകവലിക്കുന്നു, അല്ലെങ്കിൽ മദ്യപിക്കുന്നു, അവന് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് എന്ന് മൈൻഡ് ബോഡിയോട് പറയും ഇൻ ദി ആബ്സൻസ് ഓഫ് ബീയിങ്. അപ്പൊ ബോഡി യെസ് പ്രൊവൈഡ്സ് എന്ന് പറഞ്ഞ് ബോഡി ഇത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങും, മദ്യം ഉപയോഗിക്കാൻ തുടങ്ങും, പുക ഉപയോഗിക്കാൻ തുടങ്ങും. അത് തുടങ്ങി they know how to start. ഇവർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നറിയാം, but they don't know how to stop. For stopping the intervention of ego is being is needed. മനസ്സിലായോ? അതുകൊണ്ട് we know how to start but we don't know the choice of how to stop. അവിടെയാണ് അഡിക്ഷൻ ഉണ്ടാകുന്നത്. ഈ ബീയിങ് തെറ്റ് ശരിയാണ്. ഏതാ ബീയിങ് എന്ന് പറഞ്ഞാൽ ശരി മാത്രം. If you are led by being, we will be like I told you Krishna, Jesus Christ and all such prophets. നമ്മൾ ഈ ആത്മാവ് എന്ന് പറയുന്ന രീതിയിലേക്കാണോ ഈ ബീയിങ്? സ്പിരിറ്റ്, നമ്മൾ ബോഡി മൈനസ് സ്പിരിറ്റ് നമ്മൾ പറയും. നമ്മുടെ ഇന്ത്യൻ ബോഡി മൈനസ് സ്പിരിറ്റ്, സിഗ്മണ്ട് ഫ്രോയിഡ് ഇൻ ദ ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് പോലെ നമുക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിട്ട് ആത്മാവ് ഉദ്ദേശിക്കുന്ന ആത്മാവ് എന്നുള്ളത് നമ്മുടെ കോൺസെപ്റ്റ് അല്ല, അന്ധവിശ്വാസമായി ചിത്രീകരിക്കപ്പെടുന്ന സംഗതി ആത്മാവല്ല. അത്
ആദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിന്റെ നന്മയുടെ ഒരു ക്രിയേറ്ററിന്റെ മാറ്റാണ് നന്മയുടെ ഇറ്റ്സ് എ പാർട്ട്. നമ്മളൊന്നും സെപ്പറബിൾ അല്ല എന്നുള്ളതാണ് ഇന്ത്യൻ കോൺസെപ്റ്റിൽ ഇപ്പൊ സ്പിരിറ്റ് എന്ന് പറയുന്നത് അതിന് നല്ല വശം ഉണ്ടാവും, മോശം വശമുണ്ട്. ഇപ്പൊ ഒരു ത്രാസ് ആണെങ്കിൽ അതിൽ നന്മയുടെ പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലം കൂടുതൽ വരുമ്പോൾ നമ്മളൊരു വ്യക്തിയെ നല്ല മനുഷ്യനെന്നും, ഇപ്പൊ തിന്മയുടെ ഈവിൾ സ്പിരിറ്റും അങ്ങനെ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇതിന് അങ്ങനെയല്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ബീങ് എന്ന് പറയുന്ന ഓൺലി ഗുഡ് തിങ്. അത് ഇല്ലെങ്കിൽ ദി ആബ്സെൻസ് ഓഫ് ബീങ് മേക്സ് പ്രോബ്ലംസ്, ഇഷ്യൂസ്, ഈവിൾസ്. അപ്പൊ അത് ഉണ്ടാകണമെങ്കിലാണ് ബീങ് ഇൻ ബിറ്റ്വീൻ ഇൻ ദ ബോഡിയുടെ മൈൻഡിലെ പറ്റും. അല്ല, നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ലിസണിംഗ് ടു ദ സൈലൻസ്, പേ അറ്റൻഷൻ ടു ദ എളുപ്പമല്ല. അപ്പൊ അതിന് മെത്തേഡ് ഉണ്ട്. അതിന് ഈസി മെത്തേഡ് കൺട്രോൾ. അദ്ദേഹം പറയും, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. കിടക്കുന്നതിന് മുമ്പ് എന്താണ് സ്മിത മാഡം ഹിയർ ആൻഡ് നൗ, അവയർനെസ് ഓഫ് ഹിയർ ആൻഡ് നൗ. ഇപ്പൊ ഈ നിമിഷത്തിലായിരിക്കും. അപ്പൊ ഇതിനകത്ത് പറയാം, നിങ്ങൾ കിടക്കുന്നുണ്ട്, if you're not sleeping properly, do one thing. Think about every part of your body from the bottom. തുടങ്ങാം, വിരൽ, നഖം, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അറിയാവുന്ന പരമാവധി ഭാഗങ്ങൾ, ശരീരത്തിന്റെ പരമാവധി ഭാഗങ്ങളെ കുറിച്ച് പേരിട്ട് വിളിക്കാൻ നമുക്ക് കഴിയണം. എല്ലാം, അതായത് ഇവിടെ തൊട്ട് നഖം തൊട്ട് ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ പേരിട്ട് വിളിച്ച് ആ ഭാഗങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഉറങ്ങി നമ്മൾ ഇവിടുത്തെ ഇവിടേക്ക് ഉറങ്ങും. It's a part of inner. We are making aware of inner body. അതിനുശേഷം അത് പെരിഫറൽ. ഇതിന് അതിന്റെ കൂടെ ഇവരുണ്ട് എന്ന് പറഞ്ഞാൽ സെൽസ് നമ്മുടെ ബോഡിയിലെ കോശങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാനാകുന്നു. ഇങ്ങനെ ആയി നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ലിസണിംഗ് ടു ദ വോയിസ് ഓഫ് ഹെഡ്. നമ്മുടെ തലയുടെ വോയിസിനെ നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. വി ആർ ഇൻ എ കംപ്ലീറ്റ്ലി കൺജസ്റ്റഡ് ആൻഡ് നോയ്സി വേൾഡ്. അപ്പൊ നമുക്ക് ആ ഒരു നിശബ്ദത ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വി ഷുഡ് പ്രാക്ടീസ് ദി വോയിസ് ഓഫ് സൈലൻസ്. തല എന്ന് പറഞ്ഞാൽ ആ ബീങ് പറയുന്നത് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലാണ്. അതിനുള്ള ഗ്യാപ്പ് നമുക്ക് തരുന്നത്. അതിന് മുമ്പ് നമ്മൾ വി ആർ പ്രൊവോക്ഡ് ആൻഡ് ടെംപ്റ്റഡ് ടു ഡു, നമ്മൾ ആ പ്രലോഭിതരാവുകയാണ്. അതിലേക്ക് വരുമ്പോൾ ഇറ്റ് നീഡ്സ് പ്രാക്ടീസ്. നമ്മൾ ചെയ്യണം പ്രാക്ടീസ്. ഇവിടെ എല്ലാം നമ്മൾ നല്ല നമ്മുടെ ഈ ശബ്ദം ഡൈവേർട്ട് ചെയ്ത് പോകുന്നതാണല്ലോ ഈ. അതെ അതെ, മനസ്സ് അല്ലേ ടെറിബിൾ മാസ്റ്റർ. അപ്പൊ ആ ടെറിബിൾ മാസ്റ്ററെ കൺട്രോൾ ചെയ്തത് ആ കസേരയിലെത്തി നീ എങ്ങോട്ട് പോയത് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് കഴിയും, അതിനെ വീക്ഷിക്കാൻ നമുക്ക് കഴിയും. ആ വീക്ഷിക്കാൻ കഴിയണമെന്നാണ് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ഇതേ ഇമോഷനെ കുറിച്ച് പറയുന്നത്. ഇമോഷൻ ഈസ് ദ റിയാക്ഷൻ ഓഫ് ബോഡി ടു ദി മൈൻഡ്. മനസ്സിനോടുള്ള ശരീരത്തിന്റെ റിയാക്ഷൻ ആണ് ഇമോഷൻ. മനസ്സ് ഇപ്പോ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുക വലിച്ച സുഖമാണ് എന്ന് മനസ്സ് പറയുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് അതിനെ ആസ്വദിക്കുന്നതാണ് നമ്മുടെ ഇമോഷൻ. അത് പ്രഷർ ആവാം. അപ്പൊ ബേസിക്കലി സമാധാനം എന്ന് പറയുന്നത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് യൂണിവേഴ്സൽ ഇമോഷനാണ് സമാധാനം. നേരത്തെ ജോയി പ്രഷർ വ്യത്യാസം പറഞ്ഞു അല്ലെ. അത് നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഇവിടെ when being comes in between body and mind, there comes joy. ജോയി എന്ന് പറയുന്നത് മലയാളം പറയുന്നത് സന്തോഷം പറയുന്നത് പ്ലഷറാണ്. ആനന്ദം ഇവര് മൂന്നുപേരും ഈ ഓർഡറിൽ തന്നെ നടന്നു പോകുന്ന അവസ്ഥയാണ് ആനന്ദം. അവിടെ ആനന്ദം ഏത് പ്രവൃത്തി ചെയ്താലും ആനന്ദം ഉണ്ടാവും, എന്ത് ചെയ്താലും ആനന്ദം ഉണ്ടാവും. പക്ഷെ ആ ഒരു ഓർഡർ പലപ്പോഴും മനസ്സിലാക്കണം. അത് ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെ സെപ്പറേഷൻ മനസ്സിലാക്കണം. സോ ഞാൻ ഏകദേശം ഒരു 3 മാസം സുഖം നമ്മുടെ ബോഡിയുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഫിസിക്കൽ മാത്രമാണ് സുഖം. ആനന്ദം നിർവൃതി എന്ന് പറയുന്നത് നമ്മുടെ ഈ 3 പേരും കൂടെ സന്തോഷിക്കുന്നത് കണ്ടന്റ്മെന്റ്, ആ ഒരു സാക്ഷാത്കാരം. അതിന്റെ ഒരു സ്റ്റോറിയാണ് മറ്റേ കല്ല് പൊട്ടിക്കുന്നവരാണ് സാധാരണ പറയാറുള്ള ചെയ്തു പോകുമ്പോ കിട്ടുന്ന ആ ഒരു 3 ആളുകളെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മള് പലപ്പോഴും അല്ലെ ആ ആനന്ദം എങ്ങനെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്
സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് പറയാം. Okay. സമയത്തേക്ക് sir. So, in conclusion, what we need to do is always be the master of you instead of making your mind the master of you. And make use of that മാസ്റ്റർ ഓഫ് you. നിങ്ങളുടെ master instead of making your mind your master. Use your mind, otherwise it will use you. അപ്പോൾ ഒരു സ്ഥലത്തന്നെ നമ്മൾ ഇരിക്കുന്നത് നമുക്ക് ചില സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തയല്ല. അപ്പോൾ ചിന്തയിലുണ്ടാകുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യം പ്രോബ്ലം പറയും. പ്രോബ്ലം ഇസ് നത്തിങ് ബട്ട് dwelling on a situation mentally without being the true intention and possibility of taking action എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഒരു സിറ്റുവേഷൻ ആകുന്നത് പക്ഷെ എന്തില്ല വിത്തൗട്ട് ബീയിങ് ദി ട്രൂ ഇന്റൻഷൻ ആൻഡ് പോസിബിലിറ്റി. ട്രൂ ഇന്റൻഷൻ പറയുമ്പോൾ എന്ത് വേണം? ബീയിങ് കൂടെ ഉണ്ടാകണം. ട്രൂ ഇന്റൻഷൻ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടാകണം. റൈറ്റ്? മനസ്സൊരു സിറ്റുവേഷൻ പെട്ടുപോയി. മനസ്സ് സിറ്റുവേഷൻ പെട്ടുപോകാൻ കാരണം മനസ്സ് എന്തോ ആഗ്രഹിച്ചു, അത് ശരീരത്തിൽ ചെയ്തു കൊടുക്കാനാണ് മനസ്സ് അവിടെ ആ സിറ്റുവേഷൻ പെട്ടുപോയിരിക്കുന്നത്. ബട്ട് അവർ ബീയിങ് ഡസന്റ് ലൈക്ക് ഇറ്റ്. സോ മൈൻഡ് ഹാസ് റീച്ച്ഡ് their problem arises and that problem cannot be solved. അങ്ങനെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം the absence of intention and possibility of taking action. നമ്മളൊരു ആക്ഷൻ എടുത്ത് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബീയിങ്ങിന്റെ പെർമിഷൻ വേണം. അല്ലെങ്കിൽ അത് ആ സിറ്റുവേഷൻ ഒരു പ്രോബ്ലം ആയിരിക്കും. That is what the problem is nothing but dwelling on a situation without being the true intention and the possibility. ഇപ്പോൾ സാധ്യത വേണമെങ്കിൽ നമുക്ക് ആ ഒരു ആസ്പിറേഷൻ സാധ്യത without being the true intention and possibility of taking action. അതിനാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴൊക്കെ പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർത്ഥം our being is not with us. Yes. We are away from being and we are completely controlled by mind and body. Right? So make sure that whether your mind is a terrible master for you or you are the master of your mind, and avoid letting your mind being a terrible master and make use of mind as a wonderful instrument. ഇത് മര്യാദ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന അവിടെ പോകാൻ പറഞ്ഞാൽ അവിടെ പോകും, ഇവിടെ പോകാൻ ഇവിടെ പോകും എന്ന് എല്ലാ കാരണം നമുക്ക് ചിന്തിക്കണം. ചിന്തയിൽ നിന്നാണ് ഈ കോൺഷ്യസ്നെസ്സും തോട്ട്സും രണ്ടാണ്. ചിന്തിക്കണമെങ്കിൽ കോൺഷ്യസ്നെസ്, പക്ഷെ കോൺഷ്യസ്നെസ് ചിന്ത വേണ്ട എന്നാണ് പറയുന്നത്. റൈറ്റ്? അപ്പൊ നമുക്ക് ഈ കോൺഷ്യസ് ആകണമെങ്കിൽ ചിന്തയുടെ ആവശ്യമില്ല. ബട്ട് വി നീഡ് തോട്ട്സ് ആസ് വെൽ. റൈറ്റ്? അപ്പോൾ we should make use of our mind as a wonderful instrument instead of making it as a terrible master. For that, let's practice to listen to the silence, pay attention to the nothingness, and look into the emptiness, so that we can be sannyasis or whoever we want to become. So thank you.